السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ തിങ്കളാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെ അല്ലാഹു ചേർക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, മാനസികമായ ടെൻഷൻ എല്ലാം മാറ്റി അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 5 രാവും അതോടൊപ്പം തിങ്കളാഴ്ച രാവും ഇരട്ടി മധുരങ്ങൾ സമ്മേളിക്കുന്ന ഈ പരിശുദ്ധ രാവിൽ ഇന്ന് ഈ രാവിന്റെ പ്രത്യേകത സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട രാവാണ്. ആ രാവിലാണ് നമ്മുടെ കർമ്മങ്ങൾ നടക്കുന്നത്. മാത്രമല്ല ഇന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യും. എന്താ നിയ്യത്ത്? അല്ലാഹുവേ, ദുൽഹിജ്ജയുടെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതിയെന്ന് നോമ്പ് പിടിക്കുന്ന ആളുകൾ, അതോടൊപ്പം തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ കരുതിയെന്ന്. ഫർദ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ എൻ്റെ ഖളായി പോയ നോമ്പ് ഞാൻ ഖളാ വീട്ടാൻ കരുതിയെന്ന്. അപ്പോൾ ഒരുപാട് കൂലിയാണ് കിട്ടുന്നത്. അതോടൊപ്പം ഒരു നോമ്പിന്, നാളത്തെ ഒരു സുന്നത്ത് നോമ്പിന് കിട്ടാൻ പോകുന്നത് 365 ദിവസം, ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയാണ്. അതോടൊപ്പം പരിശുദ്ധമായി തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിന്റെ കൂലിയുമാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും ദുആക്ക് ഇജാബത്താണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ അല്ലാഹു കയറ്റാൻ പോവാണ്. അള്ളാഹിനോട് എന്തും ചോദിക്കുക, ഇജാബത്ത് ഉറപ്പാണ്. ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വളരാൻ പറ്റും നാളത്തെ സുന്നത്തും. അപ്പോൾ ഇന്ന് പരമാവധി നമ്മൾ ഇതേപോലെ തന്നെ നിയ്യത്ത് ഒന്ന് കരുതി കൊടുക്കണം, മറക്കാതെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. ആദ്യമായിട്ട് നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്ത് ആലു ഇമ്രാനിന്റെ 96, 97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. എന്തതിന്റെ മഹത്വം? പലപ്പോഴും നമ്മൾ അതിന്റെ മഹത്വം മറന്നുപോവാണ്. അതിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളാ സൂറത്തിലൂടെ പറയുന്ന ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പണി കഴിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്, പരിശുദ്ധമായ ഹറമിന്റെ മണ്ണ്, ആ മണ്ണിന്റെയും ആ കഅബ മന്ദിരത്തിന്റെയും മഹത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കഅബ മന്ദിരത്തിലേക്ക് ഇതുവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പോകാനുള്ള വഴി തുറന്നു തരും. ഒന്നുമില്ലാത്ത സാധുക്കളാണെങ്കിലും അള്ളാഹു അവസരം നൽകും. അപ്പോൾ അള്ളാഹുവെ, പടച്ചോനെ, എനിക്ക് ഈ പരിശുദ്ധമായ കഅബയുടെ മണ്ണിൽ പോയി ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ എന്ന് ഇതോടൊപ്പം കൽബിലൊരു തേട്ടം, ദുആഇന്റെ തേട്ടം വേണം. അപ്പോൾ അള്ളാഹു പെട്ടെന്ന് അവസരം തരും. ഇനി ഹജ്ജ് ചെയ്തവരാണെങ്കിലോ, പടച്ചോനെ, ഞാൻ ചെയ്ത ഹജ്ജ് മഖ്ബൂലാകണം, അത് മബ്റൂറാകണം, കൂലി മുഴുവനായിട്ട് എനിക്ക് വേണം, അത് നഷ്ടപ്പെടുത്തരുത് എന്ന തേട്ടമുണ്ടാകണം. അപ്പോൾ അവർക്കും, ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈറ് കിട്ടുന്നതാണ് ഈ 2 ആയത്തുകൾ പാരായണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ വെറൈറ്റി ആയിട്ട് ഓതാനുള്ളതാണ്. എന്താ കൂലി എന്നറിയോ? നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും തിന്മകളും അഡ്വാൻസ് അല്ലാഹു പൊറുക്കുന്ന ഏറ്റവും അമൂല്യമായ ദിക്ർ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നല്ല പവർഫുൾ ദുആയാണ്, പവർഫുൾ ദിക്റാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ബർക്കത്തിന് വേണ്ടി ഒറ്റവട്ടം ഓതാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما يجمعون لا إله إلا الله من يومنا هذا
إلى يوم ينفخ في الصور. തഖബ്ബലല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിക്റാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വഹദാനിയത്ത്, അതായത് ഒരാൾക്ക് ദീനിലേക്ക് കയറി വരണമെങ്കിൽ അവർ പറയൽ നിർബന്ധമാണ്. മുസ്ലിം ആകണമെങ്കിൽ, ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തുൽ ഉലിയ ഷഹാദത്തിലൂടെ പറയണം. അതാണ് നമ്മുടെ അടിത്തറ. ജീവിതത്തിലും നമ്മുടെ മരണത്തിലും അതാണ്. മരിക്കാൻ നേരത്ത് ഒരാൾ ഒറ്റവട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുള്ളൂ എങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ അതേവരെ കഴിഞ്ഞു പോയ, അയാൾ 100 കൊല്ലം ജീവിച്ചവരാണെങ്കിലും ആ 100 കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് മാറാൻ ആ ഒറ്റ വാക്ക് മതി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മരിക്കുമ്പോൾ പറയാൻ എളുപ്പം കിട്ടാനുള്ള മാർഗം എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം പറയലാണ്. അതിൻ്റെ ഒരു അവസരം കൂടെയാണ് നമ്മുടെ അവസരം. പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാവുകളിൽ 10 ദിവസങ്ങളിൽ പ്രത്യേകം ചൊല്ലണമെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള പ്രഗൽഭമായ ദിക്റാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാം. فاعلم أنه أفضل الذكر لا إله إلا الله 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 لا إله إلا الله. തഖബ്ബലല്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാലോ, 10 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയവർക്ക് ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ വീട് അല്ലാഹു നിർമ്മിക്കും. 10 സൂറത്തുൽ ഇഖ്ലാസ്. അടുത്ത 10നോ അടുത്ത സ്വർഗ്ഗത്തിൽ കൊട്ടാരം, വീട് അല്ലാഹു സെറ്റപ്പ് ചെയ്യും നോർമൽ ദിവസങ്ങളിൽ. അപ്പോൾ അല്ലാഹുവിനെ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം, ഒരു ദിവസത്തിന്, ഒരു രാവിന് ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ പൂരിശ കിട്ടുന്ന രാവാണല്ലോ ഇത്, ഇനിയുള്ള രാവുകൾ. അപ്പോൾ ഈ രാവിലെ ഓതിയാലോ ഈ പകലിൽ ഓതിയാലോ എത്ര പൂരിശ ഉണ്ടാവും. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം നമുക്ക് കഴിവിന്റെ പരമാവധി ഒരു ദിവസത്തിൽ 200 നമ്മൾ പൂർത്തീകരിക്കണം. 200 നമ്മൾ ബറക്കത്തിന് വേണ്ടി ഓതുകയാണ്. എല്ലാവരും അതിൽ തെറ്റുകൂടാതെ പങ്കാളിയാവുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله مولانا العظيم. بارك الله لنا ولكم بالقرآن العظيم. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഹജ്ജിന് നമ്മളെ വിശ്വാസികളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ വിളിച്ച ആളാരാ? വാങ്കുവിളിച്ച ആള് സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തു മിഅ്റാജിന്റെ രാവിൽ. അപ്പോൾ ആകാശ ലോകത്ത് വെച്ച് അവിടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഇബ്രാഹിം നബി
പുണ്യനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇത് തങ്ങളുടെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കിൻ, അതവർ ചൊല്ലട്ടെ. ആ പരിശുദ്ധമായ തസ്ബീഹ കൊണ്ട് തീർച്ചയായും ഒരു വട്ടം ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വൃക്ഷം, ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കും. 100 ചൊല്ലിയാൽ 100 വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവെ നമ്മുടെ വലിയൊരു എസ്റ്റേറ്റ്, വലിയൊരു തോട്ടം തന്നെ ഈ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പരിശുദ്ധമായ ഈ തസ്ബീഹ് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയത്. ഹജ്ജിന്റെ കൂലി കിട്ടും അത്രേ. കിടക്കാൻ നേരത്ത് ഇത് ഒരു വട്ടം ചൊല്ലിയാൽ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ വാക്ക് ഈ 4 വാക്കാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് പല തരത്തിലുമുള്ള മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടാവും, പല നിലക്കും ബാധിച്ചിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയ ബാധ്യതകൾ, കൊടുത്തു കിട്ടാനുള്ള ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ വീട്ടിൽ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറുക. അല്ലാഹുവേ, എത്ര രോഗങ്ങളാ ഒറ്റ വാക്കിൽ മാറാൻ പോകുന്നത്. ആ ദിക്കൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്വർഗത്തിന്റെ നിധിയുടെ കഷണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കറാണ് ഈ ദിക്കർ. ഇങ്ങനെ ചൊല്ലിയത് ആദ്യമായി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ്. ഒരുപാട് പോരിശയുണ്ട്. ആ ഒരു തസ്ബീഹാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് സ്വലാത്തുകളാണ്. എമ്പാടും പോരിശേറിയ സ്വലാത്ത്, ഒരുപാട് നിഅമത്തുകൾ നമുക്ക് കിട്ടാൻ പോകുന്ന, ഖൈർ കിട്ടാൻ പോകുന്ന, ചൊല്ലുന്നവർക്കും കുടുംബത്തിലും ഐശ്വര്യം ബർക്കത്തുണ്ടാകാൻ പോകുന്ന സ്വലാത്തുകളാണ്. തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന, വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്.
അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിൻ്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പൂരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000-കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. തഖബ്ബൽ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهله.
തഖബ്ബലല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹയുടെ ദുആ ചെയ്യാം. ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിയ്യത്ത്? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാര്, കൂട്ടുകുടുംബാദികൾ, മക്കൾ, അയൽവാസികൾ, പിന്നെ നമുക്ക് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവരെല്ലാം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്. അവരെ കൂടെ നമ്മൾ നിയ്യത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക, ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കള്, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കാരണവന്മാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, റബ്ബേ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, പടച്ചവനെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ഖബറിലേക്ക് ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ല റബ്ബേ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹ്. നിന്റെ ദർബാറിലേക്കല്ലാതെ കരങ്ങളുയർത്താൻ മറ്റിടവും ഞങ്ങൾക്കില്ല റബ്ബേ. പടച്ചവരെ, ഞങ്ങളോട് പിന്നവാ എന്ന് പറയല്ല റബ്ബേ. അല്ലാഹുവേ, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങള്, വിഷമങ്ങള്, രോഗങ്ങള്, മാനസികമായ ഞെരുക്കങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങൾ, റബ്ബേ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് ഞങ്ങള്. ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര് എല്ലാവരുടെ വിഷമവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവരേ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, കുടുംബങ്ങൾ, കുടുംബജീവിതം, റബ്ബേ മക്കള്, വേണ്ടപ്പെട്ടവര് എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹ്.
പഠിച്ചവരെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കടങ്ങളുള്ളവര്, വീടില്ലാത്തവർ ഒരുപാട് പേരാണ്. റബ്ബേ നിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ ഖൈറും അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാഹ്. അപകടങ്ങളും അപകട മരണങ്ങളും മാരകമായ രോഗങ്ങളും നീ തരല്ലേ അല്ലാഹ്. എല്ലാറ്റിനെ തൊട്ടും നീ കാവൽ തരണേ റബ്ബേ. പഠിച്ചവരെ, ഞങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവര്, ഞങ്ങളേക്കാൾ ചുറുചുറുക്കോട് ആരോഗ്യത്തോട് ഓടി നടന്നവര്, പഠിച്ചവരെ അപകടങ്ങൾ പറ്റിയിട്ട് കൈകാലുകൾ പോലും നാവ് പോലും അനക്കാൻ കഴിയാതെ അല്ലാഹുവേ മയ്യത്ത് പോലെ കിടക്കുന്ന എത്ര പേരാണ്. അല്ലാഹുവേ എത്ര മക്കളാണ്, വിദ്യാർത്ഥികളാണ്. റബ്ബേ അവർക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങളുടെ മക്കളും ഞങ്ങളും വാഹനത്തിൽ പോകുന്നവരാണ്. ഞങ്ങളുടെ കുരുന്നു മക്കൾ സ്കൂൾ ബസ്സിൽ പോകുന്നവരാണ്. റബ്ബേ ഞങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്. അല്ലാഹുവേ ഒരു ആഫത്തും മുസീബത്തും തരല്ലേ അല്ലാഹ്. ഒരു കുടുംബത്തിൽ മരണം വരെ കണ്ണീര് കുടിച്ചു കഴിയേണ്ട ഒരു രോഗവും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വാപ്പാക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കാരണവന്മാർ, ഉസ്താദുമാര് റബ്ബേ ആദ്യം സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങളാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് വെയിൽ കൊണ്ടവരാണ്. വാഹനം ഇത്ര സെറ്റപ്പില്ലാത്ത കാലത്ത് ഞങ്ങളെ തോളിലെടുത്തു വെച്ച് കിലോമീറ്റർ ഓടിപ്പോയവരാണ്, നടന്നവരാണ്. റബ്ബേ കരണ്ടില്ലാത്ത കാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളെ പോറ്റിയവരാണ് റബ്ബേ. പടച്ചോനെ നീ കൂലി കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ സവാബ് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ പടച്ചവനെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നിസ്കാരമുള്ള ആൺമക്കളെ പെൺമക്കളെ റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഇടപാടുകളിൽ, സ്ഥാപനങ്ങളിൽ റബ്ബേ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുടങ്ങാതെ ക്ലാസും മജ്‌ലിസൊക്കെ പങ്കാളിയാകുന്ന എത്ര മുഅ്മിനീങ്ങളാണ്, ഉമ്മമാര്, ഉപ്പമാരാണ് റബ്ബേ. എത്ര പേരാണ് സന്തോഷത്തോടെ കമന്റ് പറയുന്നത്, ആരക്കാൻ പറയുന്നത്, കൽബിൽ ദുആ കൊണ്ട് കാത്തിരിക്കുന്നവർ റബ്ബേ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. പഠിച്ചവരെ, എല്ലാവിധ മുസീബാത്തുകളെ തൊട്ടും ഹിഫ്ദ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുൽഹിജ്ജ മാസത്തിൽ റബ്ബേ ലക്ഷക്കണക്കിന് ഹാജിമാരാണ് പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലേക്ക് പോയിട്ടുള്ളത്, നിന്റെ അതിഥിയായി വന്നിട്ടുള്ളത്. എല്ലാ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും കബൂലിയത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് പോയവർക്ക് റബ്ബേ വല്ലാത്ത റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗം വാങ്ങി മടങ്ങി വന്ന് ഞങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഇനി താമസമില്ലാതെ വരുന്ന വർഷം തന്നെ ഞങ്ങൾക്ക് പോകാൻ ഭാഗ്യം തരണേ അല്ലാഹ്. പഠിച്ചവനെ, ഫലസ്തീനിന്റെ മക്കൾക്ക് പ്രയാസം തോർന്നിട്ടില്ല റബ്ബേ, ആ പ്രയാസം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നിങ്ങളുടെ എല്ലാറ്റിനും ബറക്കത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ഒരു കൊതിയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء المرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.